പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ വിമോചനത്തിനായി അല്ലെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മ, അതാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അതായത് ബലൂജ് എന്ന മേഖല സ്വതന്ത്രമായി കിട്ടണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് 2019 സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് BLA അഭിസംബോധന ചെയ്തത്, അല്ലെങ്കിൽ അവരെ പറഞ്ഞിരുന്നത്. 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു ഭീകര സംഘടനയായി മാറുന്നു. അതും പാകിസ്ഥാൻ്റെ സൈന്യാധിപനായ അസിം മുനീർ അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന വേളയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബലൂജ് മേഖലയിലുള്ള ധാതു സമ്പത്ത്, പാകിസ്ഥാനിലെ എണ്ണ, അതുപോലെ തന്നെ അവിടുത്തെ പല വികസന പരിപാടികൾ, അതായത് ആയുധങ്ങളും മറ്റും നൽകുന്ന പരിപാടികൾ, ഇതെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ സംഘടനാ പ്രഖ്യാപനം നടത്തണം. ഇത് അമേരിക്കയുടെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് നേരെ അമേരിക്ക നടത്തുന്ന താരിഫ് യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖമെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആഭ്യന്തരമായിട്ട് കുറേ പ്രശ്നമുണ്ടാകുകയും ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പരസ്യമായിട്ട് ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. എന്ന് പറഞ്ഞാൽ ഗറില്ല പോരാട്ടത്തിലൂടെ പാകിസ്ഥാൻ ആർമിയെയും അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഒക്കെ കൊന്നു തള്ളുന്ന ഈ BLA ഇന്ത്യയെ സഹായിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ ആരോപണം റോ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇവർക്ക് ധനവും ആയുധങ്ങളും ഒക്കെ നൽകുന്നതെന്നാണ്. അതേക്കുറിച്ച് ഇതുവരെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ട്രംപ് ഇപ്പോൾ BLA ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നതിലൂടെ ഇന്ത്യക്ക് ഒരു ആഘാതം ഏൽപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള നീക്കം നടത്തുന്നു. അതായത് 2025 കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഇവർ തട്ടിക്കൊണ്ടുപോയിരുന്നു. അന്ന് പാകിസ്ഥാൻ പട്ടാളത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടെ ഈ ട്രെയിനിൽ നിന്ന് ഇറക്കി BLAക്കാർ വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തു. ഇതിനു മുമ്പ് ചൈന നിർമ്മിച്ച ഗ്വാദർ തുറമുഖമുണ്ട്. ഈ ഗ്വാദർ തുറമുഖത്തിൻ്റെ സമീപത്തായിട്ട് മറ്റൊരു എയർപോർട്ടുണ്ട്. ഈ 2 സ്ഥലങ്ങളിൽ, അതായത് കറാച്ചിയിലെ എയർപോർട്ടിന് സമീപം ഒരു ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. അതിനുശേഷം ഗ്വാദർ തുറമുഖവും അതിൻ്റെ അതോറിറ്റിക്ക് സമീപമുള്ള വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ സമീപത്തുമൊക്കെ ചാവേർ ആക്രമണം നടന്നു. അതിൻ്റെയും ഉത്തരവാദിത്വം ഈ BLA ഏറ്റെടുത്തു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ BLA ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിനിധി പറയുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള ട്രംപ് സർക്കാരിൻ്റെ ശക്തമായ മുന്നേറ്റം അതിൻ്റെ ഉദാഹരണമാണെന്നാണ് ഈ പറയുന്നത്. ശരിക്കും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബലൂജിന് വലിയ പ്രതിസന്ധിയായിട്ട് വരുന്നത്. കാരണം ഏതാണ്ട് 51 ഇടങ്ങളിലായിട്ട് 71 ആക്രമണങ്ങളാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാത്രം ഈ ബലൂചിസ്ഥാൻ നടത്തിയത്. അത് മുഴുവൻ തന്നെ പാകിസ്ഥാൻ പട്ടാളമുള്ള സ്ഥലങ്ങളിൽ, അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമുള്ള സ്ഥലങ്ങളിലാണ്. ശരിക്കും പാകിസ്ഥാൻ്റെ ഗതികേട് മുതലെടുത്ത് ചൈന അവിടെ ആധിപത്യം സ്ഥാപിച്ചു വരികയാണ്. അങ്ങനെയാണ് ഈ അപൂർവ ധാതുക്കളുള്ള ബലൂജ് മേഖലയിൽ ഖനനം നടത്താൻ പാകിസ്ഥാനിൽ ചൈന അനുവാദം നേടിയെടുത്തത്. അതിനു മുമ്പായിട്ട് തന്നെ ചൈന അവിടെ എത്തുകയും വലിയ നിക്ഷേപമൊക്കെ നടത്തുകയും ചെയ്തു. എന്താണ്, നമ്മൾ പാലങ്ങൾ, റോഡുകളൊക്കെ നിർമ്മിച്ച് പാകിസ്ഥാനെ സംരക്ഷിക്കാം, മാത്രമല്ല ആയുധങ്ങൾ നൽകാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭനം നൽകി. അങ്ങനെ ചൈന അവിടെ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്ന മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ കൂടെ നിർത്താനായിട്ട് പാകിസ്ഥാനെ അമേരിക്കയ്ക്കൊപ്പം നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം അസിം മുനീറിനെ വീണ്ടും അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അസിം മുനീർ അവിടുത്തെ പാകിസ്ഥാൻകാരായ വ്യവസായികൾ നൽകിയ ഒരു ട്രീറ്റിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നു, ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാട് എക്കാലവും പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും അത് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ സിന്ധു നദിയിലെ വെള്ളം ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ അവിടെ അണക്കെട്ട് നിർമ്മിക്കുകയോ ചെയ്താൽ ഞങ്ങൾ ആണവ ശക്തിയാണെന്ന കാര്യം മറക്കരുത്, ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കും. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ പകുതി ഭാഗം വരെ നശിച്ചു പോകും. ഈ പറയുന്ന എവിടെയാണ്? പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയിൽ ചെന്ന് ട്രംപിൻ്റെ പിന്തുണ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചാണ് ഈ വീരവാദം മുഴക്കുന്നത്. അപ്പം പഹൽഗാം ആക്രമണത്തിൻ്റെ തുടർച്ചയായിട്ട് ഓപ്പറേഷൻ സിന്ധുവിലൂടെ അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, എയർബേസ് ഒക്കെ തന്നെ നമ്മൾ തകർത്തു. അപ്പോഴൊന്നും തന്നെ മറുപടി പറയാതിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്ക തുടർച്ചയായിട്ട് ഇവരെ സഹായിക്കുന്നുവെന്ന് തോന്നലുണ്ടായപ്പോഴാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളി മുഴക്കുന്നത്. നമുക്കറിയാം, ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത്, അതായത് ഫസ്റ്റ് ടൈമിൽ
പ്രസിഡൻ്റ് ആയപ്പോൾ ഈ പാകിസ്ഥാനെ ഒരു ശത്രു രാജ്യമായിട്ട് അല്ലെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വിശ്വസിക്കാനാവാത്ത ആളുകളുടെയും രാജ്യമെന്നാണ് വിശേഷിപ്പിച്ചത്. അതിനുശേഷം ഏതാണ്ട് 30 കോടിയോളം രൂപയുടെ ഒരു സാമ്പത്തിക സഹായം വന്നപ്പോൾ അമേരിക്ക ഇടപെട്ട് തടയുകയും ചെയ്തു. പിന്നീട് ജോ ബൈഡൻ വന്നപ്പോഴും പറഞ്ഞു ഈ രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, കള്ളന്മാരുടെയും ഭീകരവാദികളുടെയും ഊട്ടി വളർത്തുന്ന ഒരു രാജ്യം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ രണ്ടാം ഊഴത്തിൽ ട്രംപ് വന്നപ്പോൾ നിലപാട് പതിയെ പതിയെ മാറുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കൊരു അടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ BLA-കാരെ നിരോധിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. അപ്പോൾ പാകിസ്ഥാൻ വ്യവസായികളുടെ അത്താഴ വിരുന്നിൽ വെച്ച് അസിം മുനീർ അമേരിക്കൻ പിന്തുണയോടെ ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് ട്രംപ് പറയുന്നത് ഞങ്ങൾ ഭീകരവാദത്തിനെതിരെ പോരാടുന്നു, മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകും, ആയുധ സഹായം നൽകും, ടെക്നോളജി കൈമാറും. എന്തിന്? 5ാം തലമുറ യുദ്ധവിമാനം വരെ തരാൻ പോകുന്നു എന്നാണ് അമേരിക്കയോട് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പുറത്തെ വശത്ത് നിന്ന് ചിന്തിച്ചാൽ ഈ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഏതാണ്ട് 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ പാകിസ്ഥാന് അതിർത്തി പങ്കിടുന്ന ഇറാൻ ഷിയ രാജ്യമാണ്, എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ സുന്നി രാജ്യം. ആ ഭാഗത്ത് അമേരിക്കയ്ക്ക് നിർണായക സ്വാധീനം വേണം. കാരണം എല്ലാ കാലത്തും ഇറാൻ അമേരിക്കയുടെ ശത്രുവാണ്. ഇപ്പോഴും ഈ പറയുന്ന യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നതുകൊണ്ട് ഇറാനെ അടിക്കാനുള്ള ഒരു വഴി അത് പാകിസ്ഥാനിൽ തുറന്നു വെക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു വഴി കൂടി ചിന്തിച്ചു കഴിഞ്ഞാലോ, ഈ അഫ്ഗാനിസ്ഥാനിൽ പണ്ട് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ ആധിപത്യം സ്ഥാപിച്ച സമയത്ത് അവരെ തകർക്കാൻ വേണ്ടി ഭീകരവാദികളെ വളർത്തുന്ന ഒരു പ്രവർത്തനം അമേരിക്ക പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തി. ഇപ്പോഴും പാകിസ്ഥാനിൽ അവർക്ക് വ്യോമത്താവളങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക ഇടപെട്ട് പെട്ടെന്ന് യുദ്ധം നിർത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടത്. കാരണം അവരുടെ വ്യോമത്താവളങ്ങളും വിമാനങ്ങളുമൊക്കെ തകർന്നു. ഇതിന് സമാനമായ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വീണ്ടും അമേരിക്ക കെട്ടിപ്പടുക്കുകയാണ്. കാരണം ചൈനയും ഇന്ത്യയും വൻ ശക്തികളായിട്ട് മാറുന്നു. ചൈന പാകിസ്ഥാനിൽ കൂടുതൽ നിക്ഷേപം നടത്തി സ്വാധീനം ഉറപ്പിക്കുന്നു. ഇന്ത്യ ചൈന ഒരു ട്രേഡ് ബന്ധം ഉരുത്തിരിഞ്ഞു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇരു രാജ്യങ്ങളെ നേരിടാനായിട്ട് ഈ പാകിസ്ഥാനിൽ ഞങ്ങൾക്കൊരു ഭീകര താവളം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആർമി താവളം വേണം. അപ്പം ഭീകരരെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ അവരെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് പാക് ഭരണകൂടമാണ്. അവർക്ക് പണം നൽകുന്നതായിക്കോട്ടെ അമേരിക്കയുമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയെ അടിക്കാൻ വേണ്ടിയിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ദ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഈ സംഘടന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഈ വ്യോമ പ്രതിരോധ സംവിധാനം വർഷാവർഷം പാകിസ്ഥാനിലേക്ക് എത്തിച്ച് നൽകാമെന്നുള്ള ഓഫർ അമേരിക്ക മുമ്പോട്ട് വെച്ചു. ഇതിനകത്തും ഇവർ വീണിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു പാക് സൈന്യാധിപനെ, അതായത് രാഷ്ട്രീയ അധികാരമൊന്നുമില്ലാത്ത ഒരു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അധിപനെ തുടർച്ചയായിട്ട് ട്രംപ് അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് എല്ലാ ട്രീറ്റും നൽകുന്നു. നേരത്തെ സിയാഉൽ ഹക്കിനെ അതുപോലെ തന്നെ അയ്യൂബ് ഖാനെയൊക്കെ വിളിച്ചു വരുത്തിയതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ നമുക്കറിയാം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഒരു റോളുമില്ലേ, ആസിഫ് അലി സർദാരി പ്രസിഡൻറ്റിന് ഒരു റോളുമില്ലേ എന്ന് ലോകത്തെ കൊണ്ട് ചോദിപ്പിക്കുന്ന വിധത്തിലാണ് ഈ അസിം മുനീറിനെ അമേരിക്ക അവിടേക്ക് വിളിച്ചു വരുത്തി എല്ലാ പിന്തുണയും നൽകുന്നത്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഇറാനെതിരെയും ആയുധം എടുക്കേണ്ടി വരും. അതിനുള്ള ആദ്യ പടിയായിട്ട് ഞങ്ങൾ ഇവരെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നു. സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് സംഘടന എന്ന് 6 വർഷം മുമ്പ് പ്രഖ്യാപിച്ച നടപടിക്രമങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തേന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലപാട്. എന്തായാലും ഈ ബലൂജ് മേഖലയിൽ വലിയ ധാതു നിക്ഷേപമുണ്ടെന്ന് അമേരിക്കയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഏതാണ്ട് 353 മില്യൺ ടൺ അത്രയോളം ക്രൂഡ് ഓയിൽ ഈ പറയുന്ന പാകിസ്ഥാനിലുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും അമേരിക്കയുമായിട്ട് ഈ ക്രൂഡ് ഓയിൽ സംസ്കരണം, അതായത് എണ്ണ വ്യാപാരം സംബന്ധിച്ചുള്ള ചില കരാറുകളിലേക്ക് പോകാൻ പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അമേരിക്ക ഏറ്റെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഭീകരവാദ സംഘടനയെ പോറ്റി വളർത്തുന്ന രാജ്യം ശരിക്കും പറഞ്ഞാൽ അമേരിക്ക. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ റഷ്യയുടെ അധിനിവേശം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ ഭീകര സംഘടനയെ വളർത്തിക്കൊണ്ടുവന്നു. ഒടുവിൽ ഈ അമേരിക്കയിലെ തന്നെ ട്വിൻ ടവറൊക്കെ തകർത്ത ഭീകരാക്രമണം ഉണ്ടായി. ഈ അൽ ഖ്വയ്ദ എന്ന്
പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുന്നു. അതിൻ്റെ തലവനെ പിന്നീട് അമേരിക്കയ്ക്ക് കൊല്ലേണ്ടി വരുന്നു. അങ്ങനെ അമേരിക്ക വളർത്തിയ ഭീകരവാദത്തിൻ്റെ തിരിച്ചടി ഒരിക്കൽ അമേരിക്കയ്ക്ക് തന്നെ കിട്ടിയതാണ്. എന്നിട്ടും ജോ ബൈഡൻ്റെ കാലം കഴിഞ്ഞ് രണ്ടാം ഊഴത്തിൽ ട്രംപ് വരുമ്പോൾ വീണ്ടും അമേരിക്കയെ ചേർത്ത് പിടിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ എന്താ പറയുന്നത് വിമോചന സംഘടന. ഈ സംഘടന ആ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ മേഖലയുടെ വികാസത്തിന് വേണ്ടി സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്ത്യ അവർ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് പാകിസ്ഥാനെയും പ്രകോപിപ്പിക്കുന്നത്, ഒപ്പം ഈ അമേരിക്കയും പ്രകോപിപ്പിക്കുന്നത്. അസീം മുനീർ അവിടെ സംസാരത്തിനിടെ പറഞ്ഞതാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെഴ്സിഡസ് കാറാണ്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ആയുധങ്ങളൊക്കെ നിറച്ച ഒരു ട്രക്കാണ്. അങ്ങനെ ട്രക്ക് കൊണ്ട് കാറിൽ ഇടിച്ചാൽ ആർക്കാണ് നഷ്ടമെന്ന് ആലോചിക്കുക. അപ്പം ഇന്ത്യ ഒരു വികസിത രാജ്യമാണെന്നും ഇന്ത്യക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്നും പാകിസ്ഥാൻ ഭരണാധികാരി അല്ലാത്ത എന്നാൽ സൈനിക മേധാവിയായ അസീം മുനീർ അംഗീകരിക്കുന്നു. നാളെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പദത്തിലേക്ക് താൻ നടന്നു കയറുമ്പോൾ ഈ കാര്യമെല്ലാം തിരിച്ചറിയും. അതുകൊണ്ടാണ് സിന്ധു നദീജല പ്രശ്നം ഉൾപ്പെടെ ഇപ്പോൾ അസീം മുനീർ എടുത്തിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന BLA ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നു. ഇത് കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല. കാരണം 5 പാകിസ്ഥാൻ വിമാനങ്ങൾ തകർത്തു, ഒരു നിരീക്ഷണ വിമാനം തകർത്തു എന്നതിൻ്റെ വിവരങ്ങൾ ഏതാണ്ട് 2-3 മാസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെ BLAക്ക് നേരെ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന നീക്കത്തിന് നമ്മൾ മറുപണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ ഭരണകൂടം പുറത്തുവിടുന്നില്ല. കാരണം നയതന്ത്രപരമായിട്ടും പ്രതിരോധ രംഗത്തെയും ഒക്കെ പല കാര്യങ്ങളും ഒറ്റയടിക്ക് രാജ്യത്തിന് തുറന്നു കാട്ടാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയുടെ പുതിയ തന്ത്രത്തിന് അതേ നാണയത്തിൽ ഇന്ത്യൻ തിരിച്ചടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.